ഇതാണ് പ്രതി ചെന്താമര. 3 പേരെ വെട്ടിക്കൊന്ന പ്രതി ചെന്താമരയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പോലീസ് വളരെ ശ്രമകരമായി തന്നെ പിടികൂടിയിരിക്കുന്നു ചെന്താമരയുടെ ദൃശ്യങ്ങൾ. രണ്ട് മനുഷ്യരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ 2019 ഒരു സ്ത്രീയെ കൊന്ന് അതിന്റെ ജാമ്യത്തിലിറങ്ങിയ പ്രതി പോലീസിന്റെ സകല നിയമങ്ങളും അല്ലെങ്കിൽ അയാളെ എങ്ങനെ അവിടെ കയറ്റാതിരിക്കണമെന്ന കോടതിയുടെ ഉപാധികൾ വരെ ലംഘിക്കപ്പെടുന്ന നിലയിൽ അയാൾ തൊട്ടടുത്ത് താമസിക്കുകയും വീണ്ടും അതേ കുടുംബത്തിലെ 2 മനുഷ്യരെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്ത പ്രതിയെ മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ പോലീസ് പിടികൂടിയിരിക്കുന്നു. അയാൾക്ക് വിശപ്പ് സഹിക്കാനല്ല, അയാൾ വീട്ടിലേക്ക് വരുമെന്ന് ഉറപ്പായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെ വരുന്ന വഴിയിലാണ് അയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അവശനിലയിലായിരുന്നു. വേഗത്തിൽ തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇതാ ആളുകൾ തന്നെ ചോദിച്ചു, മാധ്യമപ്രവർത്തകർ ചോദിച്ചു, കാണിച്ചു തരൂ, ആ പ്രതിയെ കാണിച്ചു തരൂ എന്ന് നാട്ടുകാരും പറയുന്നുണ്ടായിരുന്നു. അവർക്കെങ്കിലേ വിശ്വാസം വരുമെന്ന്. ആ പ്രതിയുടെ ചിത്രമാണ്, ആ ക്രൂരനായ കൊലപാതകിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബിനിൽ ഗോകുൽ പറയൂ. ആ പ്രതിയെ ഏതായാലും പിടിയിലായിരിക്കുന്ന അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതേ സമയത്ത് ഇവിടെ പ്രതിയെ പിടിയിലാകുമ്പോൾ തന്നെ ഈ നെന്മാറ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിന് മുൻവശം അത്യന്തികം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നബാധിതമായി നിലനിൽക്കുന്നു. പ്രദേശവാസികൾ തടിച്ചുകൂടി ബഹളം വയ്ക്കുന്നു. ഈ വാതിൽ ഈ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അത്രമാത്രം ഭീതിതരമായ രീതിയിലേക്ക് നെന്മാറ പോലീസ് സ്റ്റേഷന്റെ മുൻവശം കൂടി നീങ്ങുന്നപ്പോൾ ചെന്താമരയെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തി അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഇപ്പുറത്തെ വശത്ത് നമ്മൾ ഈ സ്റ്റേഷന്റെ വശങ്ങളിലൂടെയാണെങ്കിൽ ഇപ്പുറത്തെ ഭാഗം കൂടി നോക്കാം. അവിടെ ഇത്തരത്തിൽ പ്രദേശവാസികൾ തടിച്ചുകൂടി വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് വരുന്നു. പോലീസിന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്ന പ്രതിയെ പെട്ടെന്ന് കാണിച്ചു. നേരത്തെ അദ്ദേഹം പറഞ്ഞത് SP വരുന്നുണ്ട്, അതിനുശേഷം പ്രതിയെ കാണിക്കാമെന്നാണ്. പക്ഷേ വേഗത്തിൽ തന്നെ പ്രതിഷേധം ശക്തമായപ്പോഴാണ് ഇയാളെ തന്നെയാണ് പിടികൂടിയതെന്ന് ഉറപ്പിക്കാൻ പോലീസ് അയാളെ മുമ്പിലേക്ക് നിർത്തിയത്, അല്ലേ? തീർച്ചയായും അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത്ര വലിയൊരു മോബ് തടിച്ചുകൂടുമ്പോൾ പ്രതിയെ ഏതെങ്കിലും രീതിയിൽ സുരക്ഷിതമല്ലാതെ മുന്നിൽ വന്നാൽ അതൊരു പക്ഷേ അയാൾ ആ രീതിയിൽ ആക്രമിക്കുന്നതിലേക്കൊക്കെ തന്നെ ഒരു കാരണമാകും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രദേശവാസികളെ മുഴുവൻ ഇവിടെ നിന്ന് മാറ്റിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ ഈ പ്രതിയെ പോലീസ് കാണിച്ചു തന്നത്. അത് പ്രധാനമായും തന്നെ മാധ്യമങ്ങൾ ബാക്കിയുള്ളവരോട് ഇത്തരത്തിൽ ഈ പ്രതിയെ തന്നെയാണ് ഞങ്ങൾ പിടികൂടിയതെന്ന് പറയുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അതേസമയം തന്നെ സ്ഥിതി അത്യന്തം അതായത് നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം അത്രയധികം ആളുകൾ തടിച്ചുകൂടി പ്രശ്നമുണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ആ ഗേറ്റ് തള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. അവർ അല്ലെങ്കിൽ അവിടെ നിന്നില്ലായിരുന്നെങ്കിൽ അവർ അത് തറപ്പിച്ച് അത് മറികടന്ന് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ അത്രമാത്രം പ്രശ്നമുണ്ടാകുന്ന രീതിയിലേക്ക് വരും എന്നുള്ളത് പോലീസിനറിയാം.